ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ എലിഫൻ്റ് അറ്റാക്സ് കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കിയാലോ. ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ആനകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പൊതുവെ അവയെ മതിയായ പരിചരണമില്ലാതെയും മതിയായ വിശ്രമമില്ലാതെയുമാണ് അവയെ കൊണ്ടു നടക്കുന്നത്. നമ്മളെ അങ്ങനെ വിശ്രമമില്ലാതെയും കൊണ്ടു നടന്നാൽ, ജോലി ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അതുതന്നെയാണ് ആനയ്ക്ക് സംഭവിക്കുന്നത് കേട്ടോ. ആനപ്പക എന്ന് പറയുന്നത് സത്യമാണ്. ആന എത്ര കൈമാറിപ്പോയാലും തന്നെ ഉപദ്രവിച്ച പപ്പാനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ആക്രമിച്ചിരിക്കും. കാരണം ആനയുടെ ഓർമ്മശക്തി തന്നെ അത് മനുഷ്യനേക്കാൾ വളരെ കൂടുതലാണ്. ഏതാണ് മനുഷ്യായുസ്സോളം ജീവിക്കുന്ന ഒരു ജീവിയാണ് ആന. ആനയ്ക്ക് അസുഖം വന്നാൽ മതിയായ പരിചരണമില്ലെങ്കിലും ആനയെ അത് ചില അവസരങ്ങളിൽ ചൊടിപ്പിക്കും. പിന്നീടുള്ളത് കാട്ടാനയുടെ ആക്രമണമാണ്. അപ്പോൾ ഈ കാട്ടാന നാട്ടിലെങ്ങനെ വരുന്നു എന്ന് നോക്കിയാലോ. കാട്ടാന നാട്ടിലിറങ്ങാൻ പ്രധാന കാരണം കാട്ടിൽ വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അഭാവമാണ്. ഒരിക്കലും ഒരു വയസ്സായ സ്ത്രീയെ കാട്ടിൽ വെച്ച് ആന ആക്രമിച്ചു, കൊല്ലുകയുണ്ടായി. എന്നിട്ടും പക അടങ്ങാതെ കൂട്ടമായി വന്ന് അവരുടെ ഗ്രാമത്തിൽ ചെന്ന് അവരുടെ ചിതയിൽ ചവിട്ടി ആക്രമിച്ചു. കാരണം ഈ സ്ത്രീ പണ്ട് ആനയെ വേട്ടയാടുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയായിരുന്നു. ഇതൊന്നാമത്തെ പോയിന്റാണ്. ആനപ്പകയിൽ ഈയിടെ ഒരു ആന വീട്ടിൻ്റെ സ്റ്റെപ്പ് കയറി ചെന്ന് ഒരാളെ കൊന്നു. അയാളും ആനയെ ഓട്ടിക്കുന്ന സംഘത്തിലെ പ്രധാനിയായിരുന്നു. ഇത് രണ്ടാമത്തെ പോയിന്റാണ്. ഇതും ആനപ്പകയെ സിദ്ധീകരിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാണ് ആനപ്പകയാണ് ഒട്ടുമിക്ക ആന ആക്രമണത്തിൻ്റെയും മരണത്തിൻ്റെയും കാരണം. പിന്നീടുള്ളത് അശ്രദ്ധ. ഈയിടെ ഒരാളൊരു മരണമുണ്ടായി. കാട്ടാന ഒരാളുടെ വീടിനുള്ള തോട്ടത്തിൽ വിഹരിക്കുകയായിരുന്നു. ഉച്ച കേട്ട് ഉടമസ്ഥൻ ഒരു ഉറക്കച്ചടവിൽ രാവിലെ തലയിൽ ടോർച്ചുമായി വന്നു. ഇതൊരു വലിയ മിസ്റ്റേക്കാണ്. ആനയുടെ കണ്ണിൽ ടോർച്ച് അടിച്ചാൽ പ്രകോപിതനാകും. അതുമാത്രമല്ല, ഇരുട്ടത്തിങ്ങനെ ടോർച്ച് ലൈറ്റ് വെച്ചാൽ ആന എവിടെയെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആനയ്ക്കത് പറ്റും. ആന പുറകിൽ നിന്ന് ആക്രമിച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ ആനയെ ചൂഷണം ചെയ്യുന്നതും അതിൻ്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതും പിന്നെ നമ്മുടെ അശ്രദ്ധയും ഒഴിവാക്കിയാൽ ഒട്ടുമിക്ക ആന ആക്രമണ മരണങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഇതിലൂടെയുള്ള കുടുംബത്തിൻ്റെ നഷ്ടവും ഭാരിച്ച നഷ്ടവും സർക്കാരിനുള്ള നഷ്ടവും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.